1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യ ജുഡീഷ്യറി. പക്ഷേ ജിഷയുടെ വധക്കേസിൽ ഒരു നിരപരാധിയല്ലേ ശിക്ഷിക്കപ്പെടുന്നത് എന്ന് ഓർത്ത് സങ്കടപ്പെടുന്ന, ആശങ്കപ്പെടുന്ന ഒരു കൂട്ടം മനുഷ്യർ ഇന്ന് കേരളത്തിലുണ്ട്. എന്തിന് പറയണം, ആ സംശയം ഉയർത്തിക്കാണിക്കുന്ന ശ്രീലേഖ IPS പോലുള്ള ഉയർന്ന പോലീസ് മേധാവികളും ഉണ്ട് ഈ കൂട്ടത്തിൽ. മനുഷ്യാവകാശ പ്രവർത്തക അമ്പിളി ഓമനക്കുട്ടൻ്റെ ചില വെളിപ്പെടുത്തലുകൾ ജിഷയുടെ വീട്ടുകാർക്ക് ജിഷയുടെ മരണത്തെക്കുറിച്ച് അറിയാം എന്നുള്ള രീതിയിലാണ്. എനിക്കിതിന് മുമ്പേ തന്നെ ജിഷയുടെ അമ്മയുടെയും ചേച്ചിയുടെയും സംസാരത്തിൽ എന്തൊക്കെയോ ദുരൂഹത ഉള്ളതായി തോന്നിയിരുന്നു. അമ്പിളി ഓമനക്കുട്ടൻ്റെ വെളിപ്പെടുത്തൽ കൂടിയായപ്പോൾ അതിന് ശക്തി കൂടി. പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് ജിഷയുടെ PM റിപ്പോർട്ടിൽ മാർബിളിംഗ് നടന്നിട്ടുണ്ട് എന്ന്. 1-2 ദിവസം കൊണ്ട് ഒരു ബോഡിക്ക് മാർബിളിംഗ് സംഭവിക്കില്ല. അത് മാത്രമല്ല, ജിഷയുടെ അമ്മയുടെ വെളിപ്പെടുത്തലുകൾ പലതും സംശയം ഉണ്ടാക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം കൈസ് ജിഷ വധക്കേസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോക്ക് താഴെ വന്ന കമൻറ്റുകളും ഞാൻ നോക്കിയിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കമൻറ്റ് ഞാൻ ഇവിടെ വായിക്കാം. ദീപ ഈ കേസിലെ പ്രതിയാണെന്ന് 2 ടീമിലെ പോലീസ് അന്നത്തെ വനിതാ കമ്മീഷനും കണ്ടെത്തിയിരുന്നു. രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദഫലമായി പോലീസ് ആ റിപ്പോർട്ട് മുക്കുകയായിരുന്നു. പോലീസിന് ഈ കേസിൽ ചില നിർബന്ധങ്ങളുണ്ട്. ഒരാളെ പ്രതിയാകാവൂ. എണ്ണം കൂടിയാൽ വീട്ടുകാരിലേക്ക് അന്വേഷണം പോകും. പ്ലാനിംഗ് ഉണ്ടെന്ന് തോന്നാൻ പാടില്ല. തോന്നിയാൽ പ്രതിയുടെ ലക്ഷ്യം ബലാത്സംഗമല്ല കൊലപാതകമാണെന്ന് വരികയും വീട്ടുകാരിലേക്ക്. ബാക്കി അദ്ദേഹം പറയുന്നില്ല, എങ്കിലും നമുക്ക് അത് ഊഹിക്കാവുന്നതേയുള്ളൂ. വീട്ടുകാരിലേക്ക് എത്തുകയും അത് യഥാർത്ഥ പ്രതിയിലേക്ക് എത്തുകയും ചെയ്യും. മരണം നടന്ന് 49 ദിവസം കഴിഞ്ഞാണ് അമീറുളിനെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ജിഷയുടെ കടിച്ചെന്ന് പറയുന്ന പാട് അമീറുളിൻ്റെ കൈകളിൽ കാണും. എന്നാൽ പോലീസ് അതേപ്പറ്റി ഒന്നും പറയുന്നില്ല. കാരണം ആ പാട് അമീറുളിൻ്റെ കൈകളിൽ ഇല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ബോഡിക്ക് 45 മണിക്കൂർ പഴക്കം, കുറ്റപത്രത്തിൽ 23 മണിക്കൂർ പഴക്കം. 45 മണിക്കൂർ കാണിച്ചാൽ വീട്ടുകാർ ബോഡിക്കൊപ്പം കഴിഞ്ഞുവെന്ന് വരും. ഇതിൽ നിന്ന് വ്യക്തമാണ് പോലീസ് വീട്ടുകാരെയാണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. രക്തത്തിൽ 94% മദ്യം ആഗിരണം നടക്കാൻ 2 മണിക്കൂർ വേണം. അതായത് ജിഷയുടെ കഴുത്തിന് കുത്തേൽക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് മദ്യം കുടിപ്പിച്ചു. പ്രതി മദ്യം കൊണ്ടുവന്നത് ജിഷ പ്രതികരിക്കാതിരിക്കാൻ വേണ്ടി. പോലീസ് പറയുന്നത്, മരണവെപ്രാളത്തിൽ ജിഷ വെള്ളം ചോദിച്ചു, പ്രതി മദ്യം കൊടുത്തു. അങ്ങനെയാണെങ്കിൽ രക്തത്തിൽ 0 മദ്യമേ കാണൂ. ഒറ്റയാളേ ഉള്ളൂവെന്ന് സ്ഥാപിക്കാനും പ്ലാനിംഗ് ഉണ്ടെന്ന് തോന്നാതിരിക്കാനും പോലീസ് റൂട്ട് മാറ്റി. 2016 ഏപ്രിൽ 27 രാത്രി 7-ന് പ്രതി ജിഷയെ ബന്ധിതയാക്കി. ദീപ മദ്യം കുടിപ്പിച്ചു. പരിശോധനയിൽ പിടിക്കപ്പെടാതിരിക്കാനാണ് 2 മണിക്കൂർ മുമ്പ് മദ്യം കുടിപ്പിച്ചത്. 2 മണിക്കൂർ മുമ്പ് മദ്യം കുടിച്ചെന്ന് പോലീസ് സമ്മതിച്ചാൽ 2 പ്രതികൾ വരും. കാരണം ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരാളെ ഒരു കുപ്പി മദ്യം കുടിപ്പിക്കാൻ കഴിയില്ല. പിന്നീട് 2 മണിക്കൂർ കഴിഞ്ഞ് ജിഷ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം ദഹിച്ചിട്ടില്ല. പിന്നീട് അരമണിക്കൂറിനുള്ളിൽ ശ്വാസം മുട്ടിക്കാൻ ശ്രമം. പിന്നീട് കഴുത്തിൽ കുത്തി. ഒറ്റയാളെയുള്ളൂ എന്ന് തെറ്റിദ്ധരിപ്പിക്കാനായി ബോഡി വികൃതമാക്കി. ഒറ്റ കുത്തിന് കൊന്നാൽ വീട്ടുകാരെ സംശയിക്കാനിടവരും. ദീപയോടുള്ള ഭയം കാരണം അമ്മ നിസ്സഹായായി മാറി നിന്നു. പിന്നീട് ദീപ രാവിലെ പോയി. അമ്മ 10 മണിക്ക് പുറത്തിറങ്ങി. വീട്ടിലില്ലെന്ന് സ്ഥാപിക്കാൻ 6 മണിക്ക് ഒരു വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് ഫോൺ ചെയ്തു. പിന്നീട് 7 മണിക്ക് പെരുമ്പാവൂരിലുള്ള കടയിൽ നിന്ന് ടോർച്ച് വാങ്ങി. പിന്നീട് കരയുന്നത് അയൽവാസി കണ്ടു. പിന്നീട് 8:10-ന് വീട്ടിൽ എത്തി. കയ്യിൽ ടോർച്ച് ഉണ്ടായിട്ടും അടുക്കള ഭാഗത്തേക്ക് പോയില്ല. ആള് കൂടിയിട്ടും പോയില്ല. ബലാത്സംഗത്തിന് പോകുന്നയാൾ മദ്യവും 3 ആയുധവുമായി പോകുമോ? ഹുക്കുള്ള ആയുധം ഉപയോഗിച്ചാലേ കുടൽ പുറത്തു വരികയുള്ളൂ. അതായത് പ്രതി 3 ആയുധങ്ങളാണ് ഉപയോഗിച്ചത്. കത്തി പോലീസ് കൊണ്ടിട്ടതാണ്. പ്ലാനിംഗ് ഉണ്ടെന്ന് തോന്നാതിരിക്കാൻ പോലീസ് ഒരു ആയുധമാക്കി. 2019 മാർച്ച് 20-നാണ് ദീപ അവസാനമായി മീഡിയയിൽ വന്നത്. മീഡിയയിൽ വരരുതെന്ന് പോലീസ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. തുടരും. ഈ കമൻ്റിട്ട വ്യക്തിക്ക് ചിലതുകൂടി പറയാനുണ്ടെന്ന് നമുക്കറിയാം. തുടരും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എവിടെയെങ്കിലും അതൊക്കെ പറയുമായിരിക്കും. ഇയാൾ പറഞ്ഞതുപോലെ തന്നെ എനിക്കും ചില സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. ജിഷയുടെ അമ്മ ടോർച്ചുമായി 7 മണിക്ക് വീട്ടിലെത്തുന്നു. മുൻഭാഗം ഹുക്കിട്ടിരിക്കുന്നു. അവിടെ അന്ന് കറണ്ട് ഇല്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. എങ്കിലും അവരുടെ കയ്യിൽ ടോർച്ചുണ്ട്. അവർ മകളെ ഒരുപാട് വിളിച്ചു. ശബ്ദമൊന്നുമില്ല.
കൂരാക്കൂരിട്ടാണ്. അപ്പോൾ അവർക്ക് എന്തോ സംഭവിച്ചു എന്ന് അവർ മനസ്സിലാക്കി. അടുക്കള ഭാഗത്തേക്ക് അവർ പോയി നോക്കിയില്ല. മാത്രമല്ല ആ ഭാഗത്തെ വാതിൽ ഹുക്കിയിട്ടിട്ടുണ്ടായിരുന്നില്ല. കൊലപാതകം കഴിഞ്ഞ് ഇറങ്ങിപ്പോയത് ആ വഴിയാണ്. ഒരമ്മ വീട്ടിലെത്തിയിട്ട് തൻ്റെ മകള് കാണുന്നില്ലെങ്കിൽ മുൻഭാഗത്തുള്ള വാതിലിൽ നിന്ന് കൊട്ടി വിളിക്കല്ലല്ലോ ചെയ്യുക. ചുറ്റുപാടും പോയിട്ട് നോക്കും. അവിടെ ജനൽപാളികൾ തുറക്കാൻ നോക്കും. അതേപോലെ ബാക്കിലെ ഭാഗത്ത് ഡോറ് തുറന്നിട്ടുണ്ടോ എന്നുള്ള എങ്ങനെയെങ്കിലും ഉള്ളിലെത്താനുള്ള ശ്രമം നടത്തും. എന്നാൽ ഇവർ അതൊന്നും ചെയ്തിട്ടില്ല. മുൻഭാഗത്തെ വാതിൽ തുറക്കുന്നില്ല എന്ന് കണ്ട് കുറേ കരച്ചിലും വിളിച്ചിലൊക്കെ ആയിട്ട് അയൽവാസികൾ ആരും ഓടി വന്നില്ല. അതിനുശേഷം ഇവർക്കെന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞു തൊട്ടടുത്തുള്ള ഒരു കടയിലെ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ആ കടയിലെ ചേട്ടൻ പോലീസിനെ വിളിക്കുകയാണ് ചെയ്തത്. ഇവരുടെ സംസാരത്തിലെ വൈരുദ്ധ്യങ്ങൾ കണ്ടിട്ടാവാം ഒരു പക്ഷെ അങ്ങനെ ചെയ്തത്. എന്ത് പറഞ്ഞാലും ഇങ്ങനൊക്കെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞൊരു അമ്മ വന്ന് കരയുമ്പോൾ ഏതൊരു അയൽവാസിയും ചെന്നിട്ട് വാതിൽ തുറക്കാൻ നോക്കുകയാണ്. ഒരു പക്ഷെ അവൾ ബോധം കെട്ട് കിടക്കേ, എഴുന്നേൽക്കാൻ പറ്റാത്ത എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിട്ട് കിടക്കേ, അങ്ങനെ എന്തോ ആണോ എന്നുള്ളതെല്ലാം ആദ്യം ചെക്ക് ചെയ്യുക. ഇത്രയും വലിയൊരു അപകടം അവിടെ സംഭവിച്ചു എന്ന് ആരും ചിന്തിക്കില്ലല്ലോ. എന്നിരുന്നാലും പോലീസ് വന്നിട്ടും ഇവർ ഈ കുട്ടിയെ കാണാൻ ഉള്ളിലേക്ക് ചെന്നില്ല എന്നുള്ളതാണ്. പോലീസ് സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ജിഷയുടെ അമ്മ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും അതിലെല്ലാം ദുരൂഹത ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുമാത്രമല്ല, ജിഷയുടെ ബോഡി രാത്രി തന്നെ മറവ് ചെയ്യാൻ തിടുക്കം കൂട്ടിയത് എന്തിനാണ്? അതിനു വേണ്ടി സൈൻ ചെയ്ത് കൊടുത്തത് ദീപയാണ്. അമ്മയുടെ അനുവാദമില്ലാഞ്ഞിട്ടും രാത്രി ദഹിപ്പിക്കാൻ നിയമസാധ്യത ഇല്ലാഞ്ഞിട്ടും തിടക്കം കൂട്ടിയത് ആരെയോ സംരക്ഷിക്കാനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ കേസിനെ കുറിച്ച് ശ്രീലേഖ IPSന്റെ ചില വെളിപ്പെടുത്തലുകളുണ്ട്. തുടക്കം മുതൽക്ക് അമീറുൽ അല്ല ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ശ്രീലേഖ IPS. അമീറുളിനെ ജയിലിൽ പോയി സന്ദർശിച്ചതിന് ശേഷം അവർ അത് ഉറപ്പിക്കുകയും ചെയ്തു. അവർ പറയുന്നത് കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. സല്യൂട്ട് സന്മനസ്കരെ. 2016 ഏപ്രിൽ മാസമായപ്പോൾ മധ്യ തിരുവിതാംകൂറില്, കൃത്യമായിട്ട് പറഞ്ഞ പെരുമ്പാവൂര്, ഒരു പെൺകുട്ടി ക്രൂരമായി കൊല്ലപ്പെട്ടു. ആ സമയം ഇതാരും കാര്യമായിട്ട് എടുത്തില്ല. കാരണം കത്തി നിന്നിരുന്ന വിഷയങ്ങളായിരുന്നു സോളാർ കേസ്. അതുപോലെ പത്രം മുഴുവൻ ഇങ്ങനെ വിവാദങ്ങളായിരുന്നല്ലോ. മന്ത്രിമാരുടെ പേരുകളും പല പല കഥകളും, സരിത എന്ന് പറയുന്ന ഒരു സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ കുറെ കഥകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിന്ന സമയമായതുകൊണ്ട് ഒരു പെൺകുട്ടി പെരുമ്പാവൂരിലെ ഒരു ദരിദ്ര കുടുംബത്തിൽപ്പെട്ട ഒരു കൊച്ചു വീട്ടില്, ഒരു മുറിയുള്ള ഒരു വീട്ടില് കൊല്ലപ്പെട്ട വിവരം, വളരെ ദാരുണമായിട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊന്നു എന്നാണ് നമ്മൾ അറിഞ്ഞത് പിന്നീട്. പക്ഷെ അന്ന് അത് വലിയ കാര്യമായിട്ട് പത്രങ്ങളൊന്നും ഏറ്റുപിടിച്ചില്ല. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോ പതിയെയാണ് ഇത് വലിയൊരു സംഭവമായിട്ട് പൊങ്ങി വന്നത്. കാരണം അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ ക്രൂരമായ ബലാത്സംഗവും, ദേഹത്ത് ഏകദേശം 50ഓളം മുറിവുകളും ഉണ്ടായിരുന്നു. കടിച്ച മുറിവുകൾ, മാന്തിപ്പറിച്ച മുറിവുകൾ, അടിച്ച മുറിവുകൾ, അങ്ങനെ കുറെ മുറിവുകൾ ഉണ്ടായിരുന്നു. വളരെ ദാരുണമായിട്ടായിരുന്നു ഈ കുട്ടിയെ കൊന്നിരുന്നത്. ജിഷ എന്ന് പേരുള്ള 29 വയസ്സുള്ള പെൺകുട്ടിയായിരുന്നു. ഈ കുട്ടി നിയമം പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇതിനൊരു ചേച്ചിയുണ്ട്, ദീപ. ചേച്ചിയാണോ അനിയത്തിയാണോ എന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. ഈ കുട്ടി വേറൊരു വീട്ടിൽ താമസിക്കുകയാണ്. അതിന്റെ കല്യാണം കഴിഞ്ഞിരുന്നു. ഈ കുട്ടിയുടെ അച്ഛൻ അമ്മയുമായിട്ട് പിണങ്ങി വേറെ വീട്ടിൽ എങ്ങാണ്ട് താമസിക്കുകയായിരുന്നു. അമ്മ പല വീടുകളിലുമായിട്ട് ഇങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു. വളരെ ചെറിയ ഒരു ഇടുങ്ങിയ ഒരു കൊച്ചു വീടാണ്. ഈ സംഭവം നടക്കുന്ന സമയം ഞാൻ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ADGP ആയിരുന്നു. ക്രൈം റെക്കോർഡ് ബ്യൂറോ ആണല്ലോ എല്ലാ FIR-കളും ഓൺലൈനായിട്ട് കാണുന്നതും അത് തെറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നതും അതിനെക്കുറിച്ച് റിപ്പോർട്ട് കൊടുക്കുന്നതും അതിനെക്കുറിച്ച് പഠനം നടത്തുന്നതും ഒക്കെ. ഒരു റിസർച്ച് വിങ്ങും കൂടെ SCRBയുടെ കീഴിലുള്ളത് കൊണ്ട് അന്ന് ഞാൻ DGP ആയിരുന്ന സെൻകുമാർ സാറിനെ വിളിച്ച്, അപ്പൊ അദ്ദേഹം എന്നോട് ചോദിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു, സാർ കുറച്ച് അപാകതകൾ FIR-നകത്തുണ്ട്, അതിന്റെ സമയത്തിലും എടുത്തിരിക്കുന്ന സമയത്തിലും എന്തൊക്കെയോ കുറച്ച് അപാകതകളുണ്ട്, അതൊക്കെ ഒന്ന് തിരുത്തി അന്വേഷിക്കാൻ പറയണം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് വളരെ ലാഘവത്തോടു കൂടി ലോക്കൽ പോലീസ് എടുത്തതായിട്ടാണ് എന്റെ അറിവ്. SP പോലും സ്ഥലത്ത് പോയിട്ടില്ല എന്നുള്ളൊരു വിവരമുണ്ട്, അതൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അന്വേഷിക്കാം സാർ, പക്ഷെ സ്പെഷ്യൽ ബ്രാഞ്ച് വഴി അന്വേഷിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്നൊക്കെ പറയുകയും ചെയ്തു. അങ്ങനെ അവസാനം ഈ കേസ് വളരെ വലിയ വിവാദമായി പൊങ്ങി വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് ക്രൈം ബ്രാഞ്ചിലോട്ടോ മറ്റോ ട്രാൻസ്ഫർ ചെയ്തു കൂടുതൽ അന്വേഷണത്തിന് വേണ്ടിയെന്ന്. എന്റെ അറിവിൽ ആദ്യം കിട്ടിയ തെളിവുകൾ എല്ലാം 2 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഈ കുട്ടിയെ ഉപദ്രവിച്ചത് എന്നായിരുന്നു. കാരണം ഫോറൻസിക് ടീം അവിടെ ചെന്ന ശേഷം 2 വ്യത്യസ്ത വിരലടയാളങ്ങൾ
രണ്ടുപേരുടെ മുടിയുടെ സാമ്പിളുകൾ, പുരുഷന്മാരുടെ, അങ്ങനെ 2 ആൾക്കാരുടെ കുറച്ച് DNA സാമ്പിളുകൾ അവിടുന്ന് കളക്ട് ചെയ്തു എന്ന് പറയുന്നു. കൂടാതെ ഇത് കുറച്ച് സാമാന്യം ആരോഗ്യമുള്ള കുട്ടിയാണ്, വെൽ നറിഷ്ഡ് ഒരു കുട്ടിയാണ്. ഒരു 5 അടി 3 ഇഞ്ച് എങ്ങാണ്ട് പൊക്കമുണ്ട്, 50-55 കിലോളം വെയിറ്റും ഉണ്ട്. അപ്പൊ നല്ലൊരു ആരോഗ്യമുള്ള കുട്ടിയാണ്. ഒരാളെ പിടിച്ചാൽ ഉപദ്രവിക്കാൻ പറ്റുന്ന അത്ര ഉപദ്രവങ്ങളല്ല ഇതിന്റെ ശരീരത്തിലുള്ളത്. ഒരാള് പിടിച്ച് കിടത്തിക്കൊണ്ട് മറ്റൊരാൾ ഉപദ്രവിച്ചാൽ ഉണ്ടാകുന്ന പോലെയുള്ള ഉപദ്രവമാണ് എന്നുള്ളത് എന്നോട് ആദ്യം ഇങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ അന്ന് ആദ്യമായിട്ട് പത്രത്തിൽ വന്ന ചില ഈ ആളെ കൊണ്ട് ഒരു പടമൊക്കെ വരപ്പിച്ചിരുന്നു. പോലീസ് ഒരു രേഖാചിത്രം വരയ്ക്കുന്ന ആളുണ്ട്, അയാൾ പടം വരച്ച് അടുത്ത വീട്ടിലുള്ള ഒരു സ്ത്രീ കണ്ട ഒരു പടമാണ്. അത് വരച്ചിരിക്കുന്ന പടം നിങ്ങൾ ഇപ്പോഴും നെറ്റിക്കിടപ്പുണ്ട്. അത് നോക്കിയാൽ അറിയാം, പല്ല് പൊങ്ങിയും ചുരുണ്ട മുടിയൊക്കെയുള്ള ഒരു ആളെയാണ് ഒരു പടം വരച്ച് അത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ആളെന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ ഒരു തമിഴൻ ലുക്കാണ് അയാൾക്ക്. ഒരു കേരളത്തിലെ ചില ലുക്കും ഉണ്ട്, തമിഴനാണ് മിക്കവാറും ഒരു ലുക്ക് കാണുന്നത്. അപ്പം അടുത്തുള്ള ആൾക്കാരും പറഞ്ഞ ഒരു ശബ്ദമൊന്നും കേട്ടില്ല, പക്ഷെ ഇങ്ങനെ ഒരു ആളിറങ്ങി അവിടുന്ന് പോകുന്നത് കണ്ടു എന്ന് ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്തത്. ഒരു ചെരുപ്പോ മറ്റോ അവിടെ നിന്ന് കിട്ടിയത് ഒരു സാമാന്യം വലിയ ഒരു ചെരുപ്പുമായിരുന്നു. അവിടെ ഒരു ആണിന്റെ ഒരു ചെരുപ്പാണ്, ചെളിയിൽ പൂണ്ട രീതിയിലാണ് കിട്ടിയത്. അതെടുത്ത് വെച്ച് കുറച്ചുനാൾ ഇങ്ങനെ മരത്തിലൊക്കെ കെട്ടിത്തൂക്കിയിട്ടത് ആരുടെയാണ് എന്ന് അന്വേഷിക്കാൻ ഒരു ശ്രമമൊക്കെ നടത്തി. പല സസ്പെക്ടുകളെയും പിടിച്ചു, ഒരുപാട് ആൾക്കാരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണെന്ന്, നല്ല അടിയൊക്കെ കൊടുക്കും. അപ്പൊ അങ്ങനെ അതുപോലെ ഒരുപാട് പേരെ സമീപ പ്രദേശത്ത് നിന്ന് ചോദ്യം ചെയ്തു. അവസാനം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഇപ്പൊ ഈ സംഭവം നടന്നിരിക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ഒരു മാസമാണ്. അപ്പൊ അതുകൊണ്ട് വലിയ വാർത്തയായിട്ട് അതിങ്ങനെ കത്തിപ്പടർന്ന് ഒരു ഇലക്ഷനെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തയായിട്ടത് മാറി. സർക്കാർ മാറി വന്നു. ആദ്യം ചെയ്തത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥയെ തലപ്പത്ത് നിയോഗിച്ചു, ഒരു പുതിയ ടീമിനെ ഉണ്ടാക്കി, കുറെ മാറ്റങ്ങളൊക്കെ വരുത്തി, DGPയെ മാറ്റി, സൗത്ത് സോൺ ADGPയെ മാറ്റി, അങ്ങനെ പലരെയും മാറ്റി പല പുതിയ കാര്യങ്ങളും ഉണ്ടാക്കി. അപ്പോഴേക്കും എന്നെയും മാറ്റി. ഞാൻ ഇന്റലിജൻസ് ADGP ആയിട്ട് പോയി. അപ്പൊ ഇന്റലിജൻസ് ADGP ആയിട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങളിൽ ഒരു അവബോധം ഉണ്ടാവുമല്ലോ. എല്ലാ കാര്യവും നമുക്ക് നല്ലപോലെ അറിയാൻ പറ്റുന്നതാണ്. നമ്മൾ കുറച്ചിങ്ങനെ കഴിവന്റെ കണ്ണുകൾ പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ സകലതും. പെട്ടെന്ന് ഒരു ദിവസം പത്രങ്ങളിലൂടെ തന്നെ ഞാൻ അറിയുന്നു ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്നത്. അത് ഏകദേശം 1.5 മാസം കഴിഞ്ഞിട്ടാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത്. പക്ഷെ ഈ പ്രതിയെ കുറിച്ച് പരമ രഹസ്യം എന്ന് പറഞ്ഞാൽ ആരെയും അറിയിക്കാതെ DGPയെ മാത്രം അറിയിച്ചുകൊണ്ട്, ചിലപ്പോൾ CM-നെ അറിയിച്ചിട്ടുണ്ടാവും, പക്ഷെ വേറൊരു വ്യക്തിക്കും പത്രങ്ങൾക്കും ഇന്റലിജൻസിലും ഒന്നും ഒരു വിവരവും കൊടുക്കാതെ. അപ്പൊ ഇന്റലിജൻസ് ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഞാനിങ്ങനെ പലരും ഓഫീസേഴ്സിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ വ്യക്തി, എവിടുത്തുകാരനാണ്, എന്താണ് എന്റെ പേര്, ഒന്നും പറയുന്നില്ല എന്നോട്. അപ്പം ഇന്റലിജൻസ് ADGP പോലും ഇത് അറിയണ്ട എന്നുള്ള പോലെയാണ് അങ്ങനെ ഒരു അറസ്റ്റ് നടന്നത് എന്ന് എനിക്ക് തുറന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇത് ചിലപ്പോൾ വിവാദമായേക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് മുഴുവനും മുഖവിലേക്ക് എടുക്കണ്ട, വിശ്വസിക്കാൻ പറ്റുന്നത് വിശ്വസിച്ചാൽ മതി. എന്റെ കാഴ്ചപ്പാടിൽ എനിക്ക് സത്യസന്ധമായി തോന്നിയ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അപ്പൊ ഇന്റലിജൻസിൽ ഇരുന്നുകൊണ്ട് എനിക്കിത് ആരാണെന്ന് അറിയില്ല, എന്നെ വിളിച്ച് പലരും ചോദിക്കുന്നു ആരെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു. ഞാൻ എനിക്ക് അറിയില്ല എന്ന് പറയുന്നു. പിന്നെ അവസാനം എന്തോ ഒരു പേര് പുറത്തു വന്നു, അമറുൽ ഇസ്ലാം എന്ന് മറ്റേ പറഞ്ഞ പേര് പുറത്തു വന്നു. ആ പേരിന്റെ പുറത്ത് പിന്നെ എന്തൊക്കെയോ കുറെ കഥകൾ വന്നു. പിന്നെ അവന് മുഖം കാണിക്കുന്നില്ല, അവന് ഹെൽമെറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ മുഖം മൂടിക്കൊണ്ടോ ഒക്കെയാണ് കൊണ്ടുപോകുന്നത്. പോലീസുകാരുടെ ഇടയിൽ നിൽക്കുമ്പോൾ ഇവൻ തീരെ ചെറിയ സൈസ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും ചെറിയ ഒരാൾ എങ്ങനെയാണ് ഇത്രയും വലിയൊരു പെൺകുട്ടിയെ ഇത്രയും ക്രൂരമായിട്ട് ഉപദ്രവിച്ച് കൊന്നു എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ വിശ്വസിക്കാം എന്നൊക്കെയുള്ള സംശയങ്ങൾ വന്നു. ആ സമയം പത്രങ്ങൾ വായിച്ചിട്ടുള്ളവരും മീഡിയ TV കണ്ടിട്ടുള്ളവർക്കും ഒക്കെ അറിയാൻ പറ്റും. എല്ലാവരും ഒരുപോലെ പറഞ്ഞു ഇത് ശരിയല്ല, ഇതെന്തോ തെറ്റായിട്ടുള്ള ഒരു അറസ്റ്റാണ്, ഇതിനകത്ത് വേറെ കുറെ കളികളുണ്ട്, ഇതെങ്ങനെ ഒരാളെ കിട്ടിയതാണ് എന്ന്. പിന്നെ എല്ലാവരും മറന്നു. കാരണം ഇവന് ചോദിക്കാനും പറയാനും ആരുമില്ല, ഒരു അഡ്വക്കേറ്റ് ഇല്ല, ഇവന് മലയാളം ശരിക്കും സംസാരിക്കാൻ അറിയില്ല. പിന്നെ സാഹസികമായി ഇവനെ തമിഴ്നാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന കഥകൾക്കായി മുൻതൂക്കം, ഇവന്റെ ക്രൂരതകൾക്കായി. ഇവൻ ഇങ്ങനെ മറ്റേനെ മൃഗങ്ങളെ ഉപദ്രവിക്കുന്നതിനാണ്, പട്ടിയെ റേപ്പ് ചെയ്യുന്ന വീഡിയോ അവന്റെ ഫോണിലുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല കഥകൾ. അവന്റെ ക്രൂര സ്വഭാവം, കുട്ടിക്കാലം മുതൽ അവൻ കഞ്ചാവ് വലിക്കുന്നു, അവനെതിരെ ഇത്രയും കേസുകൾ അത്രയും കേസുകൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറെ കഥകൾ വന്നല്ലോ പത്രത്തില്. അങ്ങനെ ജയിലിലായി അവൻ അറസ്റ്റ് ചെയ്ത് കുറെ നാളുകൾക്ക് ശേഷമാണ് ജയിലിലൊക്കെ വരുന്നത്. അപ്പൊ ഇന്റലിജൻസിൽ നിന്ന് ഞാൻ ജയിൽ DGP ആയിട്ട് പോകുമ്പോ എന്തോ ഒരു നിമിത്തം പോലെ തൃശൂർ സെൻട്രൽ ജയിൽ വിസിറ്റ് ചെയ്യാൻ പോയപ്പോ ഈ പയ്യനെ ഞാൻ അവിടെ കണ്ടു. അപ്പൊ ഇത് എനിക്ക് ആദ്യം കണ്ടപ്പോ ഇവനാണ് ഈ അമറുൽ ഇസ്ലാം TV-യിൽ കാണുന്ന ഒരു പ്രതി. അതിനകത്ത് കാണുമ്പോൾ അവൻ ഇങ്ങനെ ഒരു ദേഷ്യഭാവത്തിലാണ് ഇങ്ങനെ എല്ലാവരും നോക്കുന്നതായിട്ട് കാണുന്നത്. വളരെ പിടിച്ച മുഖമൊക്കെ ആയിട്ട് ഒരു വളരെ വീർത്ത ഒരു മുഖമൊക്കെ ആയിട്ട് ഇങ്ങനെ ആണ് കണ്ടത്. ജയിലിൽ ചെന്ന് ഞാൻ അവനെ ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു കൊച്ചു പയ്യൻ
അവന്റെ പ്രായം അറസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു 20 വയസ്സായിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ ഇപ്പം അവനെ ഞാൻ കാണുന്ന സമയത്ത് അവന് 21 വയസ്സേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഇവൻ ആരാന്ന് ചോദിച്ചപ്പോൾ ഇവനാണ് ജിഷയുടെ കൊലപാതക അമറുൽ ഇസ്ലാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവനാണ് കൊലപാതകം, ഇവൻ എനിക്ക് കൊച്ചൊരു പയ്യനാണ്, എന്റെ പകുതി ഇതുവരെ എങ്ങാട്ടെ പൊക്കവുള്ളൂ, വളരെ മെലിഞ്ഞിട്ടൊരു പയ്യനാണ്, നല്ല സമൃദ്ധമായിട്ടുള്ള മുടിയുണ്ട്, അഡ്വക്കേറ്റ് ആളൂര് വരുന്നുണ്ട്. അപ്പൊ അവന് വളരെ ഇടയ്ക്കിടയ്ക്ക് പോലീസ് വിളിച്ചോണ്ടും തെളിവെടുപ്പാനായിട്ട് ചിലപ്പം ഇത് ചെയ്യാൻ പോകും, അതൊക്കെ ചെയ്യും. പിന്നെ കുറച്ചു നാളുകൾക്ക് ശേഷം അവന് ശിക്ഷിക്കുകയും ചെയ്തു. വധശിക്ഷ കൊടുത്തു. വധശിക്ഷയില് എല്ലാവർക്കും വലിയ സന്തോഷമായി, ആഘോഷിച്ചു. വലിയൊരു വാർത്തയായിട്ടത് മാറി. അവന് വധശിക്ഷ കാത്തു കിടക്കുന്ന അപൂർവം 1-2 ജയിൽ പുള്ളികളിൽ ഒരാളായിരുന്നു ഈ അമറുൽ ഇസ്ലാം. അപ്പൊ എനിക്ക് തോന്നി ഞാൻ ചെല്ലുമ്പോഴേക്കും എനിക്ക് ഇവൻ ഓൾറെഡി വധശിക്ഷ വിധിച്ച് കഴിഞ്ഞ് കിടക്കുകയാണ്. പക്ഷെ അതിന്റെ ഒരു ഭാവവും അവന്റെ മുഖത്തില്ല. അവനൊരു കൊച്ചു കുട്ടിയെ പോലെ അവിടെയൊക്കെ ഇങ്ങനെ നടക്കുന്നു, ഓരോന്നൊക്കെ ചെയ്യുന്നു പണിയൊക്കെ. അപ്പൊ ഞാൻ ഈ സൂപ്പറിനോട് ചോദിച്ചു, ഇവന്റെ അടുത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റുമോ? മാഡം ഇപ്പോഴും മലയാളം അവൻ പഠിച്ചിട്ടില്ല, ഇവനിപ്പോഴും ഹിന്ദിയൊക്കെയാണ് പറയുന്നത്. ഇവൻ വേറെ ആസാമീസ് ഭാഷയൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ആദ്യം കാണിച്ച് പറയുമ്പോൾ മനസ്സിലാവും ജോലി നല്ലപോലെ ചെയ്യും. ഇവന് ഈ പണിയെടുക്കാൻ വലിയ ഇഷ്ടമാണ്, വെട്ടുകയും കിളക്കുകയും ഒക്കെ ചെയ്യും. ഞങ്ങൾ ഇവിടെ എന്തോ ഒരു സ്ഥലത്തിന്റെ പണിയിൽ ബ്രിക്കൊക്കെ ചുമന്നുകൊണ്ട് പോയി. പിന്നെ അവന് ആടിനെ വലിയ ഇഷ്ടമാണ്. അപ്പൊ ആട് പരിപാലനത്തിനായിട്ട് ഇടയ്ക്കിടെ കൊണ്ടുപോകും. അപ്പൊ ഞാൻ ചോദിച്ചു എന്നിട്ട് അവന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവൻ എല്ലാം ഏറ്റെടുത്ത് പറയുന്നതാണ്. ഇവിടെ വലിയ 2 പേര് ചേർന്ന് വലിയ അടിയുണ്ടായി ജയിലില്. 2 തടവ് പുള്ളികളും അവരുടെ കൂട്ടവുമായിട്ട് ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടായിട്ട് ഒരാൾക്ക് നല്ലപോലെ പരിക്കേറ്റ് അയാൾ താഴെ ചോര ഒഴിച്ചുകൊണ്ട് കിടന്നു. അപ്പൊ ഈ ജയിൽ ഓഫീസേഴ്സ് എല്ലാരും കൂടെ അവിടെ ചെന്ന് ചോദിച്ചു, ആരാ ഇത് ചെയ്ത് ഇപ്പൊ പറ, ആരാ ഇത് ചെയ്തവൻ ആരാന്ന് പറഞ്ഞപ്പോ ആരും മിണ്ടാതിരുന്നപ്പോ അമറുൽ ഇസ്ലാം അതിന്റെ പുറകിൽ നിന്ന് കൈ പൊക്കിയിട്ട് മേഹു ജി എന്ന് പറഞ്ഞെന്ന്. അപ്പൊ അവനല്ലാന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും അവനെന്തെങ്കിലും സമ്മതിച്ചു മേഹു. അപ്പൊ ഞാൻ ചോദിച്ചു ഇവരെന്തോ വട്ട് വല്ലതും ആണോ ചോദിച്ചപ്പോൾ നല്ല കഞ്ചാവിന്റെ ഒക്കെ ഉപയോഗം കുട്ടിക്കാലത്ത് മുതൽ ഉണ്ടായെന്ന് പറയുന്നു, അതുകൊണ്ടായിരിക്കാം. പക്ഷെ അതിനേക്കാളും വിചിത്രം മാഡം, ഇവിടെ ആട് പ്രസവിച്ചത് കണ്ടിട്ട് അവൻ തലകറങ്ങി വീണു, ചോര കണ്ടിട്ട് അവൻ സഹിക്കാൻ വയ്യാതെ അവൻ തലകറങ്ങി വീണ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. ഇതൊക്കെ കേട്ടപ്പോ എനിക്കൊരു വല്ലായ്മ വേദന. എനിക്ക് ഇവനോട് സംസാരിക്കണം എന്ന് ഞാൻ സംസാരിച്ചപ്പോ ഇവനൊന്നും അറിയില്ല. എന്തിനാണ് ജയിലിൽ കിടക്കുന്നതെന്നോ എന്ത് കുറ്റം ചെയ്തിട്ടാണ് കിടക്കുന്നതെന്നോ ഇവനെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്നുള്ളത് പോലും ഇവനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഇവനോട് ഞാൻ ചോദിച്ചു അഡ്വക്കേറ്റ് വക്കീൽ ആയാ ഹേ തുംസെ ബാത് കിയാ ഹേ എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു കിയാ ഹേ മാലൂം നെയ് വക്കീൽ കോൺ ഹേ വക്കീൽ ക്യാ ഹേ എന്നൊക്കെ പറഞ്ഞ് അവൻ അതും പറയുന്നു. അഡ്വക്കേറ്റ് ആളൂരാണ് ഇവന് വേണ്ടി വരുന്നത്, ഇവനെ കാണുന്നത്. പക്ഷെ ആളൂര് വളരെ അപൂർവമായിട്ട് ജയിലിൽ വന്ന് ഇവനെ കാണാറുള്ളൂ. ആദ്യം ഒരു ഒപ്പ് വാങ്ങിച്ചുകൊണ്ട് പോയി ഒരു വക്കാലത്തിന് വേണ്ടി, അതിനുശേഷം അങ്ങനെ കാര്യമായിട്ട് വരാറില്ല. കെൽസ എന്നൊക്കെ പറഞ്ഞ കേരള ലീഗൽ സർവീസസ് അതോറിറ്റി ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വന്ന് ഇവന്റെ കാര്യം സംസാരിക്കുമ്പോൾ ഒന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ ഒന്ന് ഇടയ്ക്ക് വരും എന്നല്ലാതെ വക്കീലിന് ഇവന്റെ കാര്യത്തിൽ യാതൊരു താല്പര്യമില്ല എന്ന പോലെയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇവനിങ്ങനെ തൂക്കുകയറും പ്രതീക്ഷിച്ച് കിടക്കുന്ന ഒരു കൊലയാളിയാണ്. അപ്പൊ ഇവനോട് ഞാൻ ചോദിക്കുമ്പോൾ ഇവന് ഒരു വിവരവും ഇതൊന്നിനെ പറ്റിയിട്ടും, കുറെയൊക്കെ മലയാളം കുറച്ച് ആ സമയത്ത് പഠിച്ചത് കൊണ്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഇവനോട് ചോദിച്ചു, അറിയാമോ നിന്റെ കേസ് എന്താണെന്ന് അറിയാമോ, പത്രങ്ങൾ വായിച്ചോ, എന്തിനാണ് നീ ഇവിടെ കിടക്കുന്നതെന്ന് അറിയാവോ ചോദിച്ചപ്പോ അവൻ പറഞ്ഞു മേനെ കിസിക്കോ മാഡാല, ഞാൻ കിസ്കോ മാഡാല പതാ നഹി, അതറിയില്ല, ആരെയാണ് കൊന്നത് എന്നുള്ളത് അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം എങ്ങനെയാണെന്ന് പറഞ്ഞപ്പോ പോലീസിനെ മുച്ചേ തോടാ പിക്ചേഴ്സ് ദിഖാലിയാന്ന്, പോലീസ് കുറെ പടങ്ങൾ കാണിച്ചു. പക്ഷെ അവൻ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പറഞ്ഞ വേറൊരു കാര്യം വളരെയധികം വിഷമിപ്പിക്കുന്നതായിരുന്നു. അവൻ പറഞ്ഞു അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് കൊണ്ടുപോയി പല ആൾക്കാരെയും കാണിക്കുകയും പല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ട് ഒരു ചെരുപ്പ് അവനെ ഇടിച്ചു നോക്കിയിട്ട് അവന്റെ കാല് ചെറുതാണ്, ഈ ചെരുപ്പ് വലുതായതുകൊണ്ട് അവരെ വേറെ ചെരുപ്പ് വാങ്ങിച്ച് ഇവന്റെ ഫിറ്റ് ചെയ്യുന്ന ചെരുപ്പ് വാങ്ങിച്ച് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോലെ അവൻ പറയുകയും ചെയ്തു. കൂടാതെ അവൻ പറഞ്ഞു അവന്റെ സ്പേം പോലീസ് ശേഖരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അതെന്തിനാണെന്ന് ചോദിച്ചപ്പോ അവനത് അറിയില്ല. അപ്പൊ ഇത് എന്തൊക്കെയോ നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം എനിക്ക് വലുതായിട്ട് ബലപ്പെട്ട് വന്നെങ്കിലും ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ആരോട് പറയാൻ? ജനം അംഗീകരിച്ചു, പത്രങ്ങൾ അംഗീകരിച്ചു, നമ്മളെല്ലാരും വിശ്വസിച്ചു, ജിഷയുടെ കൊലപാതകയാണെന്നുള്ളത് കോടതി അംഗീകരിച്ചു, വളരെ ക്ലിയർ ഫോറൻസിക് എവിഡൻസ് ഉണ്ട്, ഇവന്റെ പല്ലിന്റെ പാട് ജിഷയുടെ പുറകിലുണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പൊങ്ങിയ പല്ലുള്ള ആളാണ്, പല്ലിന്റെ വിടവ് എന്നൊക്കെ പറഞ്ഞു. ഇവന്റെ പൊങ്ങിയ പല്ലുമല്ല, പല്ലിന്റെ വിടവും ഇല്ല, നല്ല വെറുതെയായിട്ടുള്ള പല്ലാണ്. അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല നിങ്ങള്, പക്ഷെ ഇവൻ അങ്ങനെയല്ല. പക്ഷെ ഇതെല്ലാം പിന്നീട് പോലീസിന് അനുകൂലമായിട്ടുള്ള വിധിയായി മാറി. ഇവൻ ഒരു ട്രാൻസ്ലേറ്റർ വന്നിട്ടില്ല കോടതിയില്, ഇവനെ പറയാൻ സമ്മതിച്ചില്ല ഒന്നും. എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവന്റെ വക്കീലെന്ന് പറഞ്ഞ ഒരാൾ എണീറ്റ് വന്നിട്ട് അല്ലേ എന്ന് ചോദിച്ച് ഇവനെ കൊണ്ട് ആ തല വിളിപ്പിക്കും, ഹാജി എന്ന് അവൻ പറയും. അങ്ങനെ ഇവനെ അത് സമ്മതിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതെന്ത് പ്രശ്നം ഉണ്ടായാലും ഏറ്റെടുക്കുന്ന ഒരു മനോഭാവം ഇവന് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കഞ്ചാവിന്റെയാണോ അല്ലെന്നാണ്. പിന്നെ ഞാൻ അവനോട് ചോദിച്ചു, നിന്റെ ഫോണില്
एक वीडियो था कुत्ते को पीड़न करने के लिए, उसका तरह एक वीडियो था, कैसे आया എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ तुमने किया है എന്ന് ചോദിച്ചപ്പോൾ नहीं मैंने नहीं किया है, वो सब लोगों को मिलता है वो ऐसा वीडियो, और मेरे फोन पे व्हाट्सएप में मिल गया. അവിടെ കിടന്നത് കൊണ്ട് ഞാൻ അത് അറിഞ്ഞില്ല എന്നാണ് അവൻ പറയുന്നത്. അവൻ പറഞ്ഞു എല്ലാവർക്കും ഇങ്ങനെ ഇതുപോലെയുള്ള വീഡിയോസ് ആ സമയത്ത് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് പോയതിന്റെ ഒരു വീഡിയോ അവനും വന്നു, അവന്റെ ഫോണിൽ അത് കിടന്നു, അവനത് കണ്ടിട്ടുണ്ട്. പക്ഷെ അവൻ അല്ല അത് ചെയ്ത്, അവൻ അതിനെപ്പറ്റി അറിയുകയില്ല എന്നുള്ള മട്ടിൽ അവൻ പറയുകയും ചെയ്തു. പക്ഷെ ഈ പട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവനെതിരെ വേറൊരു കേസും കൂടി എടുത്തിട്ടുണ്ട്. ഇവന്റെ പാസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവൻ ആസാമിൽ വന്നു നിൽക്കുന്നത് ബംഗ്ലാദേശിൽ നിന്നാണ്. ബംഗ്ലാദേശിലെ ഇല്ലീഗൽ ഇമിഗ്രന്റ് ആണ് അവൻ. ഒരു രേഖകളും ഇല്ലാതെ അനധികൃതമായി ബംഗ്ലാദേശിൽ നിന്ന് ആസാമിൽ കുടിയേറിയ ആൾക്കാരാണ് ഇവന്റെ അച്ഛനും അമ്മയും. കുറെ മക്കളുണ്ട്, 8-9 മക്കളുണ്ട്. അപ്പൊ അതിൽ ഒരു മോൻ പോയാലോ നഷ്ടപ്പെട്ടാലോ പോയി തേടി വരാനോ വക്കീലിനെ വെക്കാനോ ഉള്ള ഒരു സാമ്പത്തികവും അറിവുമുള്ള കുടുംബമല്ല. ഇവനാണെങ്കിൽ സ്കൂളിൽ പോയി പഠിച്ചിട്ടുമില്ല. കുട്ടിക്കാലം മുതൽ ഇതുപോലെ കായികമായിട്ടുള്ള പണികളെല്ലാം ചെയ്ത് ചൈൽഡ് ലേബർ എന്നൊക്കെ പറയില്ല, ലേബർ പോലെയുള്ള അതായിരുന്നു. ഇങ്ങനെ ചുമന്ന് പണികൾ ചെയ്ത് കുറെ ചേട്ടന്മാർ എവിടെയോ പോയി തമിഴ്നാട്ടിൽ പോയി, അതിന്റെ കൂടെ തമിഴ്നാട്ടിൽ പോയി, കുറെ പേര് കേരളത്തിൽ വന്നു, അതിന്റെ കൂടെ കേരളത്തിൽ വന്നു. എന്താ കാര്യം എന്നൊന്നും ക്ലിയർ ആയിട്ട് അറിയില്ല. പോലീസിനെ എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല ഇതിനകത്ത്. ചിലപ്പോൾ അവർക്ക് തെളിവുകൾ കാണും ഇവനാണ് ചെയ്തത്. കാരണം ഇതിനെപ്പറ്റി ഞാൻ പല പ്രാവശ്യം DGP ആയിട്ട് ഡിസ്കസ് ചെയ്യുകയും ചോദിക്കുകയും ചെയ്തു. സാർ ഇത് ജയിലിൽ പോയി ഞാൻ ഇവനെ കണ്ട ശേഷം എനിക്ക് ഭയങ്കര സംശയം തോന്നി, ശരിക്കും ഇവൻ തന്നെയാണോ പ്രതി, എന്താ സാർ ഈ ഇവനെ പിടിച്ച് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ DGP എന്നെ അടുത്ത് തോന്നി, വേറെ സാറായിരുന്നു, എന്നെ അടുത്ത് തോന്നി ഇവൻ തന്നെയാണ് ഐ എം 100% കൺവിൻസ്ഡ് ദാറ്റ് ഹി ഈസ് ദി അക്യൂസ് എന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ ഓരോ പ്രാവശ്യവും ഈ കാര്യത്തെ, ഈ കേസിനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് എവിടേക്കോ ഇങ്ങനെ ഒരു മുള്ളുകൾ മനസ്സിലിങ്ങനെ കൊള്ളുന്നത് പോലെ തോന്നാറുണ്ട്. 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുന്നുണ്ടല്ലോ ഒരു തത്വം. അതില് കാലം കവിഞ്ഞിപ്പോ ഒരു നിരപരാധി ആണെങ്കിൽ അവനല്ല ശരിക്കും ഇത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപരാധികൾ എവിടെ പോയി? എന്തിനാണ് ഇങ്ങനെ ഒരു കേസ്? ഇതിന്റെ പുറകിൽ പിന്നെ നടന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. ദീപയ്ക്ക് ജോലി കിട്ടി, സർക്കാർ ജോലി കിട്ടി, ഒരു വലിയ വീട് വെച്ച് കൊടുത്തു ജിഷയുടെ അമ്മയ്ക്ക്, കോടിക്കണക്കിന് രൂപയുടെ ധനം അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. അവര് വളരെ ഫാഷനബിൾ ആയിട്ട് സ്റ്റൈലിഷ് ആയിട്ട് നടന്നു. അപ്പൊ ഇതെല്ലാം എന്തിനു ചെയ്തു? ഓക്കെ, ഒരു പീഡിപ്പിക്കപ്പെട്ട ഒരു വ്യക്തി, എത്രയോ കുട്ടികൾ ഇതുപോലെ പീഡിക്കപ്പെട്ട് മരിക്കുന്നുണ്ട്. നമ്മുടെ ഈ കൊച്ചു കുട്ടികളൊക്കെ വാളയാർ 2 പേര് മരിച്ചില്ലേ, അവർക്കാർക്കെങ്കിലും ഇതുപോലെ ചെയ്തു കൊടുത്തോ? വീട് വെച്ച് കൊടുത്തോ? ലക്ഷക്കണക്കിന് രൂപ കൊടുത്തോ? 50 ലക്ഷം, 1 കോടി രൂപ കൊടുത്തോ? അവരുടെ വീട്ടുകാർക്ക് പോലീസ് സംരക്ഷണം കൊടുത്തോ? എന്തിനാണ് ഇത്രയധികം ഇതിങ്ങനെ സർക്കാർ ഇങ്ങനെ ചെയ്തത് അവർക്ക് വേണ്ടിയിട്ട്? എന്തോ ഒരു ഉദ്ദേശം എന്റെ പുറകിൽ ഉണ്ടായിരുന്നോ എന്നൊക്കെയുള്ള പല പല സംശയങ്ങളും എന്റെ മനസ്സിൽ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോ ഒന്നും പറയുന്നില്ല, നിങ്ങളൊരു തീരുമാനം എടുക്കൂ. അമറുൽ ഇസ്ലാം എന്ന വ്യക്തിയെ ഞാൻ ജയിലിൽ കണ്ടപ്പോ പല പ്രാവശ്യം പിന്നീട് അത് കഴിഞ്ഞിട്ട് ഞാൻ വിയൂർ ജയിലിൽ പോകുമ്പോഴൊക്കെ ഇവനെ കണ്ടിട്ടുണ്ട്. എനിക്ക് വല്ലാത്ത സഹതാപം തോന്നിയിട്ടുണ്ട്. കാരണം പാവം ഒരു കൊച്ചു പയ്യനൊന്നും അറിഞ്ഞിടാത്ത ഒരു കൊച്ചു പയ്യൻ ഇങ്ങനെ അതിനകത്ത് ജീവിതം തള്ളി നീക്കുന്നു. അവൻ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു വിവരവും ഇല്ലാത്ത പോലെ വളരെ ചിരിച്ചുകൊണ്ട് സന്തോഷമായിട്ട് എന്ത് കാര്യവും ഏറ്റെടുത്ത് പറഞ്ഞ് അമ്മേഹം എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന ഒരു പയ്യൻ, ഒരു കൊച്ചു കുട്ടി, കുട്ടിയുടെ മനസ്സുള്ള ഒരു ക്രിമിനൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത, അവനെ കൊണ്ട് ഒറ്റയ്ക്ക് എനിക്ക് തോന്നുന്നില്ല അവന്റെ ഇരട്ടി വലിപ്പമുള്ള ഒരു പെൺകുട്ടിയെ ഇതുപോലെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്ത് ഇത്രയും മുറിവുകൾ വരുത്തി കൊന്നിട്ട് ഇട്ടിട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് ഇപ്പോഴും എനിക്ക് മനസ്സിൽ ഓർക്കുമ്പോ ഒന്ന് വിശ്വസിക്കാൻ ഒരു ചെറിയ പ്രയാസം. പക്ഷേ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. എന്തായാലും ഞാൻ നാച്ചുറൽ ജസ്റ്റിസ് അല്ലെങ്കിൽ പ്രകൃതി നിയമത്തിൽ വളരെയധികം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അവൻ ഈ ജയിലിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും പാപം ഈ ജന്മത്തിലോ മുജ്ജന്മത്തിലോ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും. അവനെ കൊല്ലുവാണെങ്കിൽ പോലും അതിനുള്ള എന്തെങ്കിലും ഒരു കർമ്മം അതിന്റെ ഫലമായിട്ടായിരിക്കും ഇത് നടക്കുന്നത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് വരുന്നത് വരട്ടെ. പക്ഷെ ഈ കഥ എനിക്ക് നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഞാൻ സെൻസിറ്റീവായ ഒരു വിഷയമാണെങ്കിൽ പോലും ജയിലിലെ എന്റെ അനുഭവങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇതെനിക്ക് വിട്ടു കളയാനായിട്ടൊരു എനിക്ക് മനസ്സ് വരുന്നില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. മേഡത്തിന്റെ സംശയം പ്രകടിപ്പിച്ചതാണ്. ഒരുപാട് കേസ് അന്വേഷിച്ച് കണ്ടും കേട്ടും തെളിയിച്ച വ്യക്തി കൂടിയാണ് ശ്രീലേഖ IPS. അങ്ങനെ ഒരു പോലീസ് മേധാവിക്ക് ഇങ്ങനെയൊരു സംശയം തോന്നണമെങ്കിൽ അതിലെന്തെങ്കിലും കാരണമുണ്ടാവും. ഇന്ന് മലയാളികൾക്കിടയിൽ ഈ വിഷയം വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അമീറുളിനെ ചോദിക്കാനും പറയാനും ആരുമില്ല, ആരും അന്വേഷിച്ചു വരാനുമില്ല. അങ്ങനെ ഒരാളെയാണല്ലോ മനഃപൂർവ്വം തൂക്കുകയറിലേക്ക് നമ്മളെല്ലാവരും കൂടി പറഞ്ഞയക്കേണ്ടി വരിക എന്നോർത്തിട്ട് മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. ഇനി ഈ കേസിന് പുനരന്വേഷണം ഉണ്ടാകുമെന്നൊന്നും തോന്നുന്നില്ല. ഇനി ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അമീറുൾ നിരപരാധിയാണെങ്കിൽ
യഥാർത്ഥത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കൊലയാളിയെ പുറത്തു കൊണ്ടുവരണമേ എന്ന്.